1 കിലോ മത്തി വാങ്ങിച്ച് വെട്ടി ഫ്രിഡ്ജിൽ വെച്ചു. അതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല പച്ച മത്തിയായിരുന്നു. 100 രൂപ 1 കിലോ. ചെറുതാ. വറക്കാൻ വേണ്ടി എടുക്കുക. വറക്കാൻ പോവുക. വേണ്ട. ഇനി ഇതിനുള്ള മസാല റെഡിയാക്കട്ടെ. ഇത്ര എണ്ണം ഉണ്ട്. എനിക്കൊരു പൂച്ചക്കൂടുള്ള. ഇനി മസാല റെഡിയാക്കട്ടെ. മുളക് പൊടി ആദ്യം എടുക്കട്ടെ. മുളക് പൊടി 1 2 1 കിലോ മത്തിയുണ്ട്. അപ്പോൾ അത് കാരണം ഇച്ചിരി മുളക് പൊടി നല്ലോണം എടുത്തേക്കാം. ശകലം എടുക്കട്ടെ. ഓക്കെ, മതി. മുളക് പൊടി മതി. അടച്ചു വെക്കട്ടെ. വേണ്ട, 1 കിലോ മീൻ വറുക്കുന്നതിനുള്ള മുളക് പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി. അതിൻ്റെ ഇടയ്ക്ക് കയറി. ഓക്കെ, മതി. ഇത്രയും മതി. ഇനി ഇതൂടെ അടച്ചുകൂടെ മാറ്റിക്കട്ടെ. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും ഇട്ട് അതുകൂടെ ഇങ്ങനെ മാറ്റിക്കട്ടെ. ഇനി ഒരു ഇച്ചിരി ഗരം മസാല, അത് പൊടിച്ചതാണ് വേണ്ടത്, അതും ഇട്ടെ. ഗരം മസാലയും ഇട്ട്, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഇട്ടെ. തീരാറായി. ഈ മീൻ വറക്കാൻ മാത്രമുള്ളതുകൊണ്ട് ഇനി വറക്കുമ്പോഴത്തേക്ക് വേറെ വാങ്ങണം. അത് ഇട്ടെ. 1 കിലോ മത്തിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്. അതാണെങ്കിൽ തീർന്നു കേട്ടോ. തീർന്നു. ഇനി വേറെ വാങ്ങണം, ഇനി വറക്കുവാണെങ്കിൽ. ഇനി ഉപ്പ് പാകത്തിന്, അത് ഇട്ടെ. വേണ്ടത് ഉപ്പ് തീർന്നായിരുന്നു. 1 കിലോ വാങ്ങിച്ചാൽ ഇടട്ടെ. പാകത്തിന് ഉപ്പും ഇട്ട് ഇനി നല്ലോണം ഇളക്കട്ടെ. ഇത് ശകലം വെള്ളം ഒഴിക്കട്ടെ. ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ കുഴയ്ക്കാൻ വേണ്ടി. പാകത്തിന് വെള്ളം ഒഴിച്ചു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ. അത് നല്ലോണം ഇളക്കട്ടെ ഒന്ന്. ഓക്കെ, കൃത്യം വെള്ളമായിരുന്നു. നല്ലോണം ഇളക്കി കഴിയുമ്പോഴത്തേക്കേ മത്തി എടുത്തിടാം. 1 കിലോ മത്തി 2 ദിവസത്തേക്കുള്ള. എനിക്ക് എൻ്റെ പൂച്ചയ്ക്കും കൂടെ ഉള്ളത്. ഓക്കെ, ഇളക്കി. ഇനിയേ ഉപ്പൊക്കെ നോക്കട്ടെ. ഓക്കെ, പാകത്തില്ല. പോയി കൈ കഴുകി. ഇനിയേ മീനെടുത്തിട്ടെ. പറ്റിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ പക്ഷെ തേങ്ങ കിട്ടിയില്ല. അത് കാരണമാണ് അങ്ങ് വറുത്തേക്കാന്ന് കരുതി. ഓടിപ്പോയായിരുന്നു മീൻ. ഇത് പറ്റിക്കുന്നതിനെ തേങ്ങ വാങ്ങാൻ വേണ്ടി. തേങ്ങ കിട്ടാത്ത കാരണം. അല്ലെങ്കിൽ ഇത് ചെറിയ മത്തിയല്ലേ, പറ്റിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചാൽ അതങ്ങ് വറുത്ത്. തേങ്ങ കിട്ടിയില്ല. ഓക്കെ, ഞാനിന്ന് കൈ കഴുകിയിട്ട് വരട്ടെ, എന്നിട്ട് ഇളക്കാം. പോയി കൈ കഴുകി. ഇനിയേ നല്ലോണം ഇത് മിക്സ് ചെയ്യട്ടെ. ഇളക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കുകയും ഇളക്കുകയും കൂടെ നടക്കുന്നില്ല. ഞാൻ നല്ലോണം ഇളക്കട്ടെ.
ഇളക്കി നല്ലോണം. ഓക്കെ, നല്ലോണമേ ഇളക്കി. ഇനിയേ ഒരു ശകലം നേരം ഇത് ഫ്രിഡ്ജകത്ത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ, എന്നിട്ട് വറക്കാം. കേട്ടോ, ഫ്രിഡ്ജകത്ത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ. ഫ്രിഡ്ജകത്ത് കൊണ്ട് മീൻ കൊണ്ട് വെച്ച്. ആഹാ, പാൽ കുടിച്ചോണ്ടിരിക്കുവാണോ ഉച്ചയായപ്പോഴത്തേക്ക്? മാറണം അങ്ങോട്ട്. ഇതെന്താ പാടെ ഇത്? മത്തി വറുത്തിട്ട് ചോറ് തരാം കേട്ടോ. ഇങ്ങോട്ട് വയ്ക്കടാ. എന്നാ മതിയുടെ പാൽ കുടിച്ചത്? ചോറ് കഴിക്കട, ഉച്ചയാകാറായില്ലേ? മീൻ കൂട്ടി ചോറ് തരാം. മതി കുടിച്ചത്. നോക്കുന്നത് പോലും കേട്ടോ. നമ്മൾ ഈ മീൻ പറക്കട്ടെ. ഇനി മാറണ കാര്യം മുട്ടി അങ്ങോട്ട്. മാറി 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 മാറി. അപ്പോൾ അങ്ങോട്ട് അവിടെ കിടക്ക്. അവിടെ പോയി കിടക്കാൻ. അവിടെ പോയി കിടക്കാൻ. കിടക്കത്തില്ലേ? ചെല്ല്, പോയി കിടക്കവിടെ. വേണ്ടേ, അവരോടെ പോയി കിടന്നു ഉണക്കി. നീ വേണമെങ്കിൽ ഇച്ചിരി എൻ്റെ അമ്മയുടെ പാല് കുടിച്ചു. ചെല്ല്, അവിടെ പോയി കിടക്ക്. ഞാൻ മീൻ വറുത്തിട്ട് മത്തി വറുത്തിട്ട് ചോറ് തരാം. ഇനിയേ മീൻ എടുത്തിട്ടെ, എണ്ണ ഒഴിച്ചു. മീൻ എടുത്തിട്ടെ. ഇനി ഒരു ശകല വരെ ഫ്രീ വെച്ചുള്ളൂ, കാരണം സമയം പോയി. ഒത്തിരി നേരം വെച്ചു. ഒരു ശകല, ഒരു 15 മിനിറ്റേ വെച്ചുള്ളൂ. എണ്ണ ഇച്ചിരി ചൂടാകാനുണ്ട്. രണ്ട് ചേടാ, ഒന്ന് ഇടാനും പാടുണ്ടല്ലോ ദൈവമേ. ഇച്ചിരി തീ കുറച്ച് വെക്കട്ടെ. ഇത്തിരി വേണ്ട. ഇതെടുക്കാം, ഇടാൻ പറ്റുന്നില്ല. ഞാൻ ഇടട്ടെ മൊത്തം ഒന്ന്, അതിൻ്റെ വീഡിയോ എടുക്കാം. ഇത്ര എണ്ണം എടുത്തിട്ട് അത്രയും മതി. ഇനി ഇത്രയോട് ഇടാനുണ്ട്. ഇതും എടുത്തിട്ടെ കേട്ടോ. ഇതും ഇട്ടിട്ട് വീഡിയോ എടുക്കാം മൊത്തത്തിൻ്റെയും കൂടെ. ഇട്ടെന്നെ എടുത്തിടാം. ഇതിനകത്ത് കൊള്ളാനോ അത്രയും മീൻ എടുത്തിട്ട് വേണ്ടത് ഉണ്ടോ ഇട്ട്. ഇനി ഇത്രയും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ സംഭവം എടുക്കാം. ഈ മീൻ ഉണ്ട് 2, 4, 6, 10-12 എണ്ണം ഉണ്ട്. ഇത് വേറെ സംഭവം എടുക്കാം, വറക്കാൻ എടുക്കാം. ഇപ്പോൾ ഇത്രയും മതി. ഇത് ഇന്നത്തേക്കോ നാളത്തേക്കോ എൻ്റെ പൂച്ചക്കോ എനിക്കൂടുള്ള. നല്ലോണം എന്ത് വരുന്നുണ്ട്. അത് ഒരു 2 മിനിറ്റ് കൂടി ഇരുന്നിട്ടേ തിരിച്ചിടാം. മതി. മത്തി തിരിച്ചിട്ട് കേട്ടോ. ഇനി ആ സൈഡോടെ വെന്ത് കഴിഞ്ഞ ഉടനെ തീ ഓഫ് ചെയ്യാം. ഞാൻ അതിന് മുമ്പ് ഈ സൈഡിലൂടെ ഇച്ചിരി മസാലയോടെ തൂക്കട്ടെ. പുറമുള്ളിടത്തെ ഞാൻ ഇത് ഉണക്കത്തുണ്ട്. മസാലയെ രണ്ടിൻ്റെ മേലൊക്കെ കുറച്ചുകൂടെ തൂത്തിട്ടുണ്ട്. ഞാൻ സൈഡ് വന്നിട്ട് ഒന്നുകൂടെ തിരിച്ചിടാം. ഇനി ഇത് വേറെ ദിവസം വറക്കാൻ. ഇന്നത്തേക്ക് നാളത്തെ ഉള്ള ഇത്രയും മത്തി. ഈ മീനെ ഞാൻ ഫ്രിഡ്ജാറ് കൊണ്ട് വെച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഒന്നുകൂടെ തിരിച്ചിടാം. ഇതേ ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് മീൻ ഒന്നുകൂടെ തിരിച്ചിടാം. ഞാൻ എൻ്റെ പൂച്ചയൊക്കെ അവിടെ കിടപ്പുണ്ടോ നോക്കിയിട്ട് വരട്ടെ. അവിടെ ഉണ്ടെങ്കിലേ ഇത് വെന്ത് കഴിഞ്ഞ ഉടനെ 2 മീനും ഇട്ട് ചോറ് കൊടുക്കാം പൂച്ചയ്ക്ക്. ഇവിടെ കിടപ്പുണ്ടല്ലോ. കഴിഞ്ഞില്ലേടാ നിൻ്റെയൊക്കെ പാൽ കൂടി? നീ കിടക്കുന്നില്ലേ? അവിടെ പോയി കിടക്കില്ലേ? ചെല്ലു. ഉറങ്ങി ഒരെണ്ണം കിടന്ന്. ഒരെണ്ണം തന്നെ ഉറങ്ങിയില്ല, ഉണർന്ന് കിടക്കുക. എന്നാ നോക്കുന്നത് ഇങ്ങനെ? എന്താടാ നോക്കുന്നേ?
മാറണം എൻ്റെ കാൽ മുട്ടിന്ന്. മാറ് മാറാൻ. ഞാനങ്ങോട്ട് പോട്ടെ. മാറത്തില്ല. മാറ് ഞാൻ പോട്ടെ. ഇവിടെ കിടന്നു. വറുത്ത് കഴിഞ്ഞ ഉടനെ ചോറ് കൊണ്ടുവന്നിട്ട് വരാം കേട്ടോ. കാലൊക്കെ കരിഞ്ഞു. കാലം മുറിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ കരിഞ്ഞു. ഇനി മീൻ പോയി തിരിച്ചു വിട്ടെ മീനെ. എണ്ണ അങ്ങ് വെട്ടി പുഷാല എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ഇത്രയും കൂടെ ഉള്ളൂ. ഇനി വാങ്ങണം വേറെ. എണ്ണ ഒഴിച്ചു. ഇനിയേ മീനൊന്ന് തിരിച്ചു വിട്ടെ. ഈ സോഡ വെന്ത് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. മൊത്തം മീനും തിരിച്ചിട്ട് ഇനി ആ സോഡ വെന്ത് കഴിഞ്ഞോടെ തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് പൂച്ചയ്ക്കും ചോറ് കൊടുക്കാം, എനിക്കും കഴിക്കാം. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് മറക്കരുത് കേട്ടോ. നല്ലോണം മൂത്തു ഈ സൈഡിൽ. അപ്പുറം സൈഡ് വെന്ത് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് പോയി കഴിക്കാം. എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ കേട്ടോ.